ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മുടെ ഈ ചെറിയ കാടമുട്ട ഉണ്ടല്ലോ, കാടമുട്ട വെച്ചിട്ടൊരു കറി, അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കാടമുട്ട കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാടമുട്ട കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാടമുട്ട കറി ഉണ്ടാക്കാൻ നമ്മൾ 100 കാടമുട്ട എടുത്തേക്കാണ്. നല്ല കാടമുട്ടയാണ്, ചെറുതാണ്, വളരെ ചെറുതാണ്, അതുകൊണ്ട് രസമുണ്ട് കാണാൻ. പിന്നെ കാടമുട്ട കൂടാതെ നമ്മുടെ ഇഞ്ചി പൂണ്ട് പേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു 5 സവാള വേണം, 5 തക്കാളി വേണം, കുറച്ച് മല്ലിയില വേണം, ഉപ്പുണ്ട്, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് നമ്മുടെ പട്ടവകകളാണ്. ഇത് ഇത്രയാണ് നമ്മുടെ കാടമുട്ട കറി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് മുട്ട ആദ്യമേ എടുത്ത് പുഴുങ്ങാം. അപ്പോൾ നമ്മുടെ വെള്ളം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അല്ല ചിലപ്പം പൊട്ടി അതിനകത്ത് കിടക്കും. നമുക്കിനിയിപ്പം 1 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടത്തോട് പെട്ടെന്ന് ഇളകി വരാനെ കൊണ്ടാണ്. മുട്ട വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് വെക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നല്ലോണക്കും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് പതിയെ കോരാം, എന്നിട്ട് ഈ വെള്ളം അങ്ങ് മാറ്റാം. മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തേക്കാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാടമുട്ട നമ്മൾ അടിപൊളിയായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കാടമുട്ട കറി വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. ഇതൊരു 5 ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ പട്ടവകകൾ ഇട്ട് കൊടുക്കാം, ഗ്രാമ്പു, പെരുംജീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതൊന്ന് മൂക്കട്ടെ. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ, അല്ലെ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പട്ടവകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ, 5 സവാള അരിഞ്ഞതാണ്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ സവാള നല്ലോണം ഇളക്കി ഒരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമ്മുടെ സവാള നല്ലോണം നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളകാണ്, കീറിയതാണ്. ഇതിപ്പോൾ ഒരു 6 പച്ചമുളക് എടുത്ത് കീറിയിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും പൂണ്ടും കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പൂണ്ടും കൂടി അരച്ചതാണ്. 2 ടേബിൾ സ്പൂൺ ഇടുകയാണ്. ടേബിൾ സ്പൂണാണ്, 2 ടേബിൾ സ്പൂണാണ്. ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കണം. ഇഞ്ചിയും പൂണ്ടും ഇട്ടതിന് ശേഷം നമ്മുടെ തക്കാളിയാണ് അരിഞ്ഞത്. നമ്മളൊരു 5 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 തക്കാളി അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി അടിപൊളിയായിട്ട് നമ്മളിത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. നമുക്കിനിയിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. ഇത് രണ്ടും ചേർത്തിട്ട് നല്ലോണം അട്ടി കൂട്ടി ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് ഇതിനകത്തൊരു 1 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം എന്നിട്ടൊന്ന് ഇളക്കണം നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 1
ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കണം. ഇനി നമുക്ക് നമ്മുടെ കാടമുട്ട പൊളിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാടമുട്ട ഇട്ടിട്ട് ഒട്ടയാതൊന്ന് ഇളക്കണം. ഗ്രേവി കൂട്ടി. ചെറിയ സാധനമായതുകൊണ്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കാടമുട്ട ഒരു 2 മിനിറ്റത്തേക്ക് ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ. ഈ നമ്മുടെ അരപ്പുമായിട്ട് മസാലയായിട്ടൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ മുട്ട ഇപ്പോൾ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് ഇത് വാങ്ങാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇതിൻ്റെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നേക്കാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാടമുട്ട കറി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുമായിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ആ അരപ്പെന്ന് പറയുന്നത് അടിപൊളിയാണ്. ആ മസാലാസ് എല്ലാം അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മുട്ട കടന്ന് അങ്ങോട്ട് വെന്തപ്പോഴത്തേക്ക് ആ എസൻസ് ഒക്കെ കയറിയിട്ട് വേറെ ടേസ്റ്റ് ഇരിക്കുകയാണ്. അപ്പോൾ കാടമുട്ട നമുക്ക് 10 രൂപയുള്ളൂ ഒരു 10 എണ്ണം വാങ്ങിക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.